മനുഷ്യരില്ലാത്ത കാലം. രചന സ്മിത ഭരത്, GHS കാഞ്ഞിരപ്പൊയിൽ. ആലാപനം ഹരിപ്രസാദ്, GHS കാഞ്ഞിരപ്പൊയിൽ. പൂവിതൾ തൊട്ടുണർത്തുന്ന പുലരിക്ക് പൂവാട ചാർത്തുന്ന പൂങ്കാവനങ്ങളിൽ വന്നു ചിലയ്ക്കുന്ന പക്ഷികളെന്തെന്തു ശബ്ദങ്ങളാവിഷ്കരിക്കുന്നു നിത്യം. പൂവിതൾ തൊട്ടുണർത്തുന്ന പുലരിക്ക് പൂവാട ചാർത്തുന്ന പൂങ്കാവനങ്ങളിൽ വന്നു ചിലയ്ക്കുന്ന പക്ഷികളെന്തെന്തു ശബ്ദങ്ങളാവിഷ്കരിക്കുന്നു നിത്യം. നാട്ടുവിശേഷങ്ങൾ കൂകിത്തെളിഞ്ഞൊരു കുയിലിൻ്റെ പാട്ടിലിന്നെന്തു വിഷാദം. ഉപ്പു തേടിപ്പോയൊരുപ്പൻ്റെ കണ്ണിലും ശോകം ചുവപ്പിച്ച ചെങ്കനൽ കട്ട. ചാടിച്ചിലയ്ക്കും കരിയിലക്കിളികളിന്നാദ്യമായി ദുഃഖം വിഴുങ്ങി നിൽക്കുന്നു. പച്ചോലത്തുമ്പത്തിരുന്നൊരോലഞ്ഞാലി കറകറേയെന്നു കലമ്പിപ്പിരിഞ്ഞു. മുറ്റത്തു വെച്ചൊരുരുളിക്കിണറിൻ്റെ വക്കത്തിരുന്നൊരു കാക്ക കരഞ്ഞു. ഒത്തുപോകാത്ത നരവംശജീവികൾ പെരുകി പെരുകി ഭൂമി നിറഞ്ഞു. കാടായ കാടെല്ലാം ചുട്ടുകരിച്ചവർ കാടിൻ്റെ നെഞ്ചിലെ പാട്ടുമോഷ്ടിച്ചു. ചില്ലകളില്ലാതുയർന്നു വരുന്നൊരാ കെട്ടിടത്തൈകളെ നട്ടു വളർത്തിയും ഋതുവിൻ്റെ തന്ത്രിയിൽ അപശ്രുതി മീട്ടിയും ദ്രുതതാളഗതികളെ കൂട്ടുചേർത്തും പ്രകൃതിക്കിണങ്ങാത്ത ജീവിയായി മർത്യൻ പ്രകൃതിക്കിണങ്ങാത്ത ജീവിയായി മർത്യൻ പരിലസിക്കുന്നൊരു കാലമത്രേ. ചിറകിൻ്റെ സ്വാതന്ത്ര്യം ചേർത്തു പിടിച്ചുകൊണ്ടകലത്തു തന്നെയായി നിൽക്കണം നാം. ചിറകിൻ്റെ സ്വാതന്ത്ര്യം ചേർത്തു പിടിച്ചുകൊണ്ടകലത്തു തന്നെയായി നിൽക്കണം ഞാൻ. ഒരു നാൾ വരുമിനി മാനുഷരില്ലാത്ത കാടായി ഭൂമി പുനർജനിക്കും. ഒരു നാൾ വരുമിനി മാനുഷരില്ലാത്ത കാടായി ഭൂമി പുനർജനിക്കും. അന്നു നാം പാടുന്നൊരാരോഹണങ്ങളിൽ മാമല പോലും ലയിച്ചു നിൽക്കും. പാടിപ്പതിഞ്ഞൊരു പാട്ടിൻ്റെ പല്ലവി കേട്ടു കിളികുലം മതിമറക്കും. പാടിപ്പതിഞ്ഞൊരു പാട്ടിൻ്റെ പല്ലവി കേട്ട് കിളികുലം മതിമറക്കും.